ഫൗണ്ടേഷൻ്റെ പണി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഏറ്റവും നല്ല സിമെൻറ്റ്, ഏറ്റവും നല്ല എംസാൻഡ്, ഏറ്റവും നല്ല കടുപ്പമുള്ള കല്ല് ഇതൊക്കെ ഉപയോഗിക്കുക. ഏറ്റവും നല്ല പണിക്കാർ അതും പറഞ്ഞില്ലേ അതിൻ്റെ ഇടയിൽ. ഓക്കെ, ഏറ്റവും നല്ല പണിക്കാർ അതൊക്കെ ശരി തന്നെയാണ്. പിന്നെ വേറൊരു പോയിന്റ്, ചെറിയൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് ബാത്റൂമാണ്. പണിയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിണോ? സൂപ്പറായിണോ? സൂപ്പറായിണോ അല്ലേ? പേരൊന്ന് പറഞ്ഞോളാം. നിഹാലി. അതായത് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഒരു വീടിൻ്റെ തറപ്പണി തുടങ്ങുകയാണ്. അതായത് വീടിൻ്റെ ഫൗണ്ടേഷൻ ഫസ്റ്റ് തുടങ്ങുന്ന പരിപാടിയാണ്. ഇത് വള്ളിക്കുന്ന് നമ്മളെ നവാസ് ഭായിൻ്റെ വീടാട്ടോ, നമ്മളെ കൂടെയൊക്കെ പണിയെടുക്കണേ നവാസേ. അപ്പോൾ നവാസ് ഭായിൻ്റെ വീടിൻ്റെ പണിയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതാ 900 എത്ര സ്ക്വയർ ഫീറ്റ്? അത് 960 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്. ഞങ്ങളെ എടുത്തിട്ട് പ്രത്യേകത പറഞ്ഞാൽ എന്താ പറയുക, ചെങ്കല്ലിൻ്റെ തറ ഇട്ടോ ഇവിടെ. അതായത് പാതമൊക്കെ കരിങ്കല്ല്. ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് നവാസേ. ചെറിയ രീതിയിൽ ഒരു പുഴി പ്രദേശമാണ്. ഇത് വള്ളിക്കുന്ന് കേട്ടോ വീട്. ഈ വള്ളിക്കുന്ന് ഇവിടെയൊക്കെ കരിങ്കല്ലിൻ്റെ പാദം കെട്ടിയിട്ട് 2 വരി തറ ചെങ്കല്ലുണ്ടല്ലോ കിട്ടും നമ്മൾ. അപ്പോൾ നല്ല സൂപ്പർ കടുപ്പപ്പാറൻ്റെ കല്ല് ഇവിടെ കുറേ ഇറക്കി, 2-3 ലോഡ് ഇറക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് കന്നിമൂല വെച്ച് വരുന്നുണ്ട്. അപ്പോൾ കന്നിമൂലയിൽ ഒരു കല്ലൊക്കെ വെച്ചിട്ട് മട്ടൊക്കെ നോക്കിയിട്ട് വാട്ടറിലൊക്കെ നോക്കി തുടങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു എൽ ഷേപ്പ് ഞങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി അളവ് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അളവ് പിടിച്ചിട്ട് വെക്കുന്ന പരിപാടികളാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇതൊരു 950 ആ രീതിയിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. ഇതാണ് ഇതിൻ്റെ മുൻഭാഗം അങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ഒരു വരി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാൻ ഏകദേശം മനസ്സിലാവട്ടോ. അപ്പോൾ കരിങ്കല്ലിൻ്റെ ഇത് വെച്ചിട്ട് ചീളൊക്കെ അടിച്ചിട്ട് മണ്ണൊക്കെ ഇറക്കിയതിൻ്റെ ശേഷം ഇറക്കിയതുകൊണ്ട് മണ്ണൊക്കെ അടിച്ചിട്ടുകൊണ്ട് ഇതിൻ്റെ പ്ലാനുകൾ കെട്ട എവിടേക്കാണ് വരുന്നുള്ള കാര്യം ഇപ്പം കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങളിതിൻ്റെ അളവൊക്കെ പിടിച്ചിട്ട് ഒരു വരി വെച്ച് കഴിഞ്ഞിട്ട് കാണട്ടോ. ഓക്കെ, അപ്പം കല്ല് നല്ല അടിപൊളി കല്ല് എംസാൻ്റെ അവിടെ ഇറക്കിയിട്ടുണ്ട്. എംസാൻ്റെ ഒരു ചാക്ക് കൂട്ടി കഴിഞ്ഞാൽ അടുത്ത ചാക്ക് കൂട്ടാൻ തുടങ്ങി. രാവിലെ പണി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഒരു ചാക്ക് സിമെൻറ്റ് കഴിഞ്ഞിട്ടോ. 5 ചാക്ക് സിമെൻറ്റ് രാംകോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 5, 6, 7 ആൾക്കാരിട്ടാണ് വന്നത്. 7 ആൾക്കാർ വന്നിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വിശാലമായ നല്ലൊരു അത്യാവശ്യം പണി എടുക്കാൻ നല്ല സുഖമുള്ള ഇവിടെ കുറച്ച് വിശാലമായ ഏരിയ ഇവിടെ ഉണ്ട്. കല്ലിറക്കാനും പൂഴി ഇറക്കാനും അതിനൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് പാസ്സായില്ലേ നവാസേ, പെർമിറ്റ്? അപ്പോൾ ഒരു വീട് പണി തുടങ്ങുമ്പോൾ ഫസ്റ്റ് തറപ്പണി തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ പ്ലാനൊക്കെ പാസ്സാക്കിയിരുന്നു. നമ്മളെ എഞ്ചിനീയറെ രജീഷ് ഭായിൻ്റെ പ്ലാൻ തന്നെ കേട്ടോ. ഞങ്ങളെ എഞ്ചിനീയറെ രജീഷ് ഭായിൻ്റെ പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. വീട് എടുക്കാനുള്ള പെർമിറ്റാണ് ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത്. അതിൻ്റെ പ്ലാനൊക്കെ പാസ്സാക്കിയിട്ട് വീട് എടുക്കാനുള്ള ഒരു പെർമിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഈ തറപ്പണി തുടങ്ങുക. ആ തറപ്പണി തുടങ്ങി തറക്കെ കെട്ടി മണ്ണൊക്കെ അടിച്ച് മണ്ണൊക്കെ സെറ്റായി എന്തായാലും ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പടവ് തുടങ്ങുള്ളൂ അല്ലേ? അങ്ങനെ തുടങ്ങുള്ളൂ. അപ്പോൾ മണ്ണൊക്കെ അടിച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള പടവ് തുടങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വരി വെച്ച് ഫുള്ള് സെറ്റാക്കിയിട്ട് ഒരു വരി വെച്ച് ഇതിൻ്റെ പ്ലാനൊക്കെ ക്ലിയർ ആക്കി. അതായത് ഇതിൻ്റെ വീടിൻ്റെ മുൻഭാഗം എന്ന് പറയുമ്പോൾ അവിടെയാണ്, അതാണ് സിറ്റ് ഔട്ട്. അപ്പുറത്ത് അതാണ് റോഡിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അങ്ങോട്ടാണ് മുന്നോട്ടാക്കി വെച്ചിട്ടുള്ളത്. മുൻഭാഗം അവിടെയാണ് വരുന്നത് സിറ്റ് ഔട്ട്. അത് അവിടുന്ന് ചെറിയൊരു ലിവിങ് അവിടെ വരുന്നുണ്ട്. അന്ന് നേരെ ഡൈനിങ് ഹാൾ ഇവിടേക്കാണ് വരുന്നത്. പിന്നെ ഒരു ബെഡ്റൂം ഇവിടെയും ഒരു ബെഡ്റൂം അവിടെയും, 2 ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു ബാത്റൂമും ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഒരു അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു കിച്ചൺ ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ലൊരു അടിപൊളി നല്ല സൂപ്പർ പ്ലാനാണ്. 950 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല അത്യാവശ്യം സൗകര്യങ്ങളുള്ള ബെഡ്റൂമാണ്. 12-11 ആ രീതിയിൽ 12 അടി 11 അടി നീളവും 12 അടി വീതിയൊക്കെ വരുന്ന ഓരോ ബെഡ്റൂമുകളാണ് വരുന്നത് കേട്ടോ. ബാത്റൂമൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ തറയ്ക്ക് ഒരു വരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതിന് ഗ്യാപ്പിലൊക്കെ സിമെൻറ്റ് വെട്ടി ഇറക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വരിയും കൂടി വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരടീൻ്റെ ബെൽറ്റും വാർക്കാണ്ട്, മൊത്തമായിട്ട് ഒരടീൻ്റെ ബെൽറ്റ് വാർക്കാണ്ട്. അപ്പോൾ ഈ തറ ഞങ്ങൾ വെച്ച സമയത്ത് ഈ തറ പറയുമ്പോൾ നല്ല വീതിയുണ്ട്. ഒരു 2 അടി വീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പാത കെട്ടത്. ചെങ്കല്ലുകൊണ്ട് പാത കെട്ട്. ഞങ്ങൾ തറ കെട്ടുന്ന സമയത്ത് ഒരു 6 സെൻറ്റിമീറ്റർ ഉള്ളോട്ട് വലിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൻ്റെ ചുമര് വരുമ്പോൾ ഒരു 4 സെൻറ്റിമീറ്ററും കൂടി ഉള്ളോട്ട് വലിച്ചു വെച്ചിട്ട് ഈ പാതകത്തിൻ്റെ നടുക്ക് ചുമര് വരുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തറപ്പണി ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ കരിങ്കല്ലും ചെങ്കല്ലൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഈ ഭാഗങ്ങളിലൊക്കെ ചെയ്യാറ്. പില്ലറിനും ബീമൊക്കെ വെച്ചിട്ട് വളരെ വിരളമായിട്ടേ ചെയ്യാറുള്ളൂ. ഇതന്നെ ഇവിടെ കിട്ടുന്ന ഈ ഒരു ചെങ്കല്ല് നല്ല സ്ട്രോങ് മേപ്പാറേൻ്റെ അടിപൊളി ചെങ്കല്ല് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ ചിലവ് എന്താ വെച്ചാൽ ഒരുപാട് ചിലവ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ബീമൊക്കെ വാർത്ത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചിലവ് കൂടും. ഇവിടെ കാലങ്ങളായിട്ട് ഈ ചെങ്കല്ലുകൊണ്ടും കരിങ്കല്ലുകൊണ്ടൊക്കെയാണ് നമ്മൾ ഫൗണ്ടേഷൻ പണിയാറുള്ളത് കേട്ടോ. അപ്പോഴേ നമുക്കിവിടെ 4-5 ചാക്ക് സിമെൻറ്റ് രാവിലെ കൊണ്ടുവന്ന് ഏകദേശം കഴിഞ്ഞതിന് ശേഷം 3 ചാക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. രാംകോ സൂപ്പർ ഗ്രേഡാണ് കൊണ്ടുവന്നത്. നല്ല സൂപ്പർ എംസാൻ്റെ ഇവിടെ ഒരു ലോഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിയുന്ന മുറക്കി ഇങ്ങനെ കൂട്ടി വരുന്നുണ്ട് കേട്ടോ. ഈ വരിക്ക് കുറച്ച് കൂടുതൽ സിമെൻറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് ലെവലിങ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അടിയിൽ കുറച്ച് കനം പൊന്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതിനകത്രം സിമെൻറ്റ് വരില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടിവരി ഞങ്ങൾ വാട്ടർ ലെവലൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു വരി വെക്കുന്ന സമയത്ത് അതൊന്ന് വാട്ടർ ലെവൽ ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ ഇവിടെ ഒരു വരി കല്ല് തൂക്കിയിട്ടുണ്ട്, അവിടെ ഒരു കല്ല് തൂക്കിയിട്ടുണ്ട്, അവിടെ ഒരു കല്ല് നമ്മളെ മേസ്ത്രി തൂക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും ഒരു കല്ല് തൂക്കും. അത് കഴിഞ്ഞിട്ട് 100 കെട്ടി. ഇനിയിപ്പോൾ റിസ്ക് ഇല്ല, അളവ് പിടിക്കലൊക്കെ കഴിഞ്ഞ് ഇനി റിസ്ക് ഇല്ല.
ഇങ്ങനെ ഓരോ വരി ഇങ്ങനെ വെച്ച് പോയാൽ മതി. പിന്നെ ഇതിൻ്റെ റൂം പ്ലാനിൽ ഇതിൻ്റെ മൊത്തം അളവുണ്ട് കേട്ടോ. പ്ലാനിൽ മൊത്തം അളവ് പ്രകാരമാണ് ഞങ്ങൾ ഈ കല്ല് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പ്ലാനിലെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇടക്കെട്ടൊക്കെ വെക്കണ സമയത്തേ അതിൻ്റെ അളവ് നല്ല ശ്രദ്ധിക്കാൻ കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ റൂമിൻ്റെ അളവ് ഉള്ളളവ് മാത്രമേ നമ്മളെ പ്ലാനിൽ ഉണ്ടാവുള്ളൂ. ആ ഉള്ളളവിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കെട്ടിൻ്റെ വണ്ണം ഒരു 20 സെൻറ്റിമീറ്റർ ചുമരിൻ്റെ വണ്ണം കൂട്ടണം. പിന്നെ അവിടുന്ന് കിട്ടി ഓഫ്സെറ്റ് ഒരു 4 സെൻറ്റിമീറ്റർ വലിച്ചു വെക്കണ്ടല്ലോ, ആ ഒരു അളവും കൂടി നമ്മൾ കൂട്ടണം. ആ അളവൊക്കെ കൂട്ടി ആ രീതിയിലാണ് നമ്മൾ ഓരോ ഇതിൻ്റെ അളവ് കണക്കാക്കി വരുന്നത് കേട്ടോ. നമ്മൾ തറ പണി ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് കണക്കാക്കി ക്ലിയർ ആക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു അങ്ങനെയല്ല, ചെറിയൊരു റിസ്ക്, അത് അത്രമാത്രം. കറക്റ്റായിട്ട് ഇതിൻ്റെ അളവ് നല്ല ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ തറപ്പണി ചെയ്യുന്ന സമയത്ത്. ഈ തറയിൽ നമ്മൾ വെക്കുന്ന അളവുണ്ടല്ലോ പിന്നെ മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ മുകളിൽ ചുമരൊക്കെ ഈ ഒരു അളവിന് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തറ കെട്ടുമ്പോൾ ഒരു വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അളവ് നോക്കലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ് നമ്മളെ വീട്ടിൽ ഫൗണ്ടേഷൻ്റെ പണി, അതായത് തറപ്പണി എന്ന് പറഞ്ഞാൽ. പിന്നെ അതിലൊരു മാറ്റം വരുത്തിയിട്ട് നമ്മൾ കെട്ടിയ ഫൗണ്ടേഷൻ്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വെച്ചാൽ അതിൻ്റെ ഉറപ്പ് മൊത്തം വ്യത്യാസപ്പെടും. അപ്പോൾ ആ ഒരു സംഭവം വെറുതെ ഒന്ന് സൂചിപ്പിച്ചത് മാത്രം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെ ഈ ഉൾക്കട്ടൊക്കെ വെക്കണ സമയത്ത് ഇതിപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളളവാണ് നമ്മളെ പ്ലാനിലുണ്ടാവുക 3 മീറ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു കെട്ട് കെട്ടണ സമയത്ത് ആ ഒരു 3 മീറ്ററിനോട് കൂടിയിട്ട് ഒരു ചുമര് കെട്ടണ സമയത്ത് 4 സെൻറ്റിമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ടും വലിച്ചു വെക്കാണ്ടാവും, 4 സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വലിച്ചു വെക്കാണ്ടാവും. അപ്പോൾ ഈ ഒരു 8 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ആ ഒരു കെട്ടിന്ന് ഇങ്ങോട്ട് അളവ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ ചുമര് വരുമ്പോൾ കറക്റ്റ് ഈ ഒരു കല്ലിൻ്റെ സെൻറ്ററിലാവും നമ്മളെ ചുമര് വരുന്നത്. ആ രീതിയിൽ നമ്മൾ ആവിയെ കണക്കൂട്ടിയിട്ട് കറക്റ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. അപ്പം ആ ഒരു സംഭവം വെറുതെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ നമ്മളൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, എല്ലാ പണിക്കാരും അങ്ങനെ തന്നെയാണ് കെട്ടുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അറിവിലേക്ക് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ 6 കേട്ടോ കൂട്ടിയത്. 6 ചട്ടി എംസാൻ ഇട്ടിട്ട് അതിലൊരു ചട്ടി സിമെൻറ്റ് ഇട്ടിട്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ്. അതൊക്കെ സെറ്റിൽ ചെയ്യണം. നമ്മൾ പറഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ പണി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ഏറ്റവും നല്ല സിമെൻറ്റ്, ഏറ്റവും നല്ല എംസാൻഡ്, ഏറ്റവും നല്ല കടുപ്പമുള്ള കല്ല്, ഇതൊക്കെ ഉപയോഗിക്കുക. ഏറ്റവും നല്ല പണിക്കാർ അതും പറഞ്ഞില്ലേ അതിൻ്റെ ഇടയിൽ. ഓക്കെ, ഏറ്റവും നല്ല പണിക്കാർ അതൊക്കെ ശരി തന്നെയാണ്. പിന്നെ വേറൊരു ചെറിയൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് ബാത്റൂമാണ്. ഈ ഒരു ബാത്റൂമിൻ്റെ തറ കെട്ടണ സമയത്ത് 2 വരീൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇടണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാത്റൂമിൻ്റെ പൈപ്പൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയാണ്. പിന്നീട് അത് കുത്തിപ്പൊളിക്കാറിന് റിസ്ക്കാണ്. ഓക്കെ, അതൊരു പോയിന്റ് ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞാണ്. ഓക്കെ അല്ല മേസ്ത്രി, അതൊരു പോയിന്റ് അല്ലേ? അതൊരു പോയിന്റാണ്. അതെ, നമ്മൾ പോയിന്റുകളാണ് പറഞ്ഞെടുക്കേണ്ടത്. എങ്ങനെയുണ്ട് പ്ലാൻ നിങ്ങളൊരു അഭിപ്രായത്തിൽ? കുഴപ്പമില്ലല്ലോ, സാറല്ലേ? ഹാളൊക്കെ നല്ല സൗകര്യമില്ലായിട്ട്. ഇത് കോണി എവിടുന്ന അറിയാൻ വരിക? കോണി അവിടുന്ന് ഇല്ലേ? അറ്റന്നാണ് വരുന്നത്, ഇവിടുന്നാണ് വരുന്നത്. കോണി ഇവിടുന്ന് കയറി പോകട്ടോ. കോണി ഇവിടുന്ന് കയറിയിട്ട് ഹാള് മൊത്തം മുകളിലേക്ക് പൊന്താളാണ്. ഈ ഹാള് മുൻഭാഗം മുകളിലേക്ക് പൊന്തിയിട്ട് ആ റൂമും ഈ ഹാളും വേണമെങ്കിൽ പിന്നീട് നവാസ് ഭായ് ഇത് മുകളിലേക്ക് നമുക്ക് ഒരു 2 റൂം എടുക്കണ്ടേ? ഈ റൂമും ഹാളും കൂടി ഇല്ലേ എടുക്കാനുള്ള പ്ലാനില്ലേ? അതന്നെ. അപ്പോൾ നമുക്ക് കോണി ഇവിടുന്ന് കയറും അല്ലേ? കോണി ഇവിടുന്ന് അങ്ങോട്ട് കയറിയിട്ട് ഇത് കോണിക്കൂടായിട്ട് സെറ്റാക്കാം. അപ്പോൾ ഇവിടെ അടിച്ച കല്ലെന്ന് പറയുമ്പോൾ തട്ടുകല്ലാട്ടോ. അതായത് നല്ല കല്ലിന് ഈ ഒരു ഭാഗത്ത് വരുന്നത് 50 രൂപ വരുന്നത്, തട്ടുകല്ലിന് അതിൽ 10 രൂപ കുറയും, 40 രൂപ. ആ ഒരു കല്ലുകൊണ്ടാണ് നമ്മൾ തറ കെട്ടുന്നത്. ഈ ഒരു കല്ലുണ്ട്, തട്ടുകല്ല്. നല്ല കല്ല്, ഈ ഒരു ലോഡ് നല്ല കല്ലാണ്. നമുക്ക് പുറം ഭാഗത്തേക്ക് ആ കല്ല് കഴിഞ്ഞാൽ നമുക്ക് പുറം ഭാഗത്തേക്ക് മുൻഭാഗത്തേക്കൊക്കെ ഈ നല്ല കല്ല് എടുക്കാനും പ്ലാനുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ ഈ തട്ടുകല്ലാണ് എടുത്തിട്ടാണ് കെട്ടുന്നത്. തട്ടുകല്ല് മതി, തറപ്പണിക്കൊക്കെ തട്ടുകല്ലായാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പാതകത്തിൻ്റെ ലെവലിൽ മണ്ണിട്ട് പൊന്തിക്കാറുള്ളൂ കേട്ടോ. ഈ സ്ഥലം കുറച്ച് താഴ്ന്നു കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് വീട് പണിയുന്നത്. അപ്പം ഈ ഒരു ലെവൽ വരെ നമ്മൾ ഈ ഒരു സ്ഥലം ലെവലാക്കണം. ഈ ഒരു പാതകത്തിൻ്റെ ലെവൽ വരെ മണ്ണിട്ട് ലെവലാക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തറേൻ്റെ ഉള്ളിലും മണ്ണടിക്കാണ്ട് തറേൻ്റെ പുറത്തും മണ്ണടിക്കാണ്ട് കുറേ മണ്ണിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ മണ്ണിങ്ങനെ കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴേ നല്ല വെയിൽ കേട്ടോ, നല്ല പൊരു വെയിൽ. ഇതേപോലത്തെ വത്തക്കൊക്കെ ഇടയ്ക്കൊണ്ട് കിട്ടാണ്ടല്ലോ, പണി നല്ല ജോറാവേ. അപ്പോൾ അടിപൊളി വത്തക്ക വെയിലത്ത് കുറച്ചൊരു പുളിമരത്തിൻ്റെ തണലത്തിൽ നിന്ന് എല്ലാവരും ഒരു 10 മിനിറ്റ് റെസ്റ്റ്. 1 മണിയായി. 1 മണിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ വത്തക്കനാണ് അതാ മരത്തിൻ്റെ ഒട്ടിലിരുന്നിട്ട്. അപ്പോൾ ഏകദേശം കഴിയാനായിരുന്നാലും കുറച്ചുകൂടി ബാക്കിയുണ്ടാവും കേട്ടോ. ഞങ്ങൾ 7 ആളാട്ടോ പണിക്കുള്ളത്. നാളെ 2 ആൾക്കും കൂടിയുള്ള പണിയുണ്ടാവും. ഈ ഒരു മുൻഭാഗം കുറച്ച് പൊരിവെയിലത്ത് കുറച്ചും കൂടി വെക്കാണ്ട്. നാളെ അന്ന് രാവിലെ ഒന്ന് ഈ വെയിലത്ത് വെച്ചാലേ ഇന്നിപ്പോൾ ഈ അരുമ്പാട്ടിൽ കുറച്ച് തണലുള്ളിടത്തൊക്കെ വെച്ച് തീർത്ത് അടച്ച് സെറ്റാക്കാണ്ട്. ഇവിടെ അടയ്ക്കാണ്ട് മൊത്തം വെട്ടി ഇറക്കാണ്ട് കേട്ടോ. ഒക്കെ വെട്ടിയിറക്കി സെറ്റാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മുതലാളി ഇങ്ങനെ നടക്കാണ്. കാര്യങ്ങളൊക്കെ മാനേജ് ആയിട്ട് വത്തക്ക ഞാൻ അടുത്ത് കുറച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ വരുമേ.
അവിടെ ഒരു വത്തൊക്കെ ബാക്കിയുണ്ടായിരുന്നു എന്താളി. അപ്പോൾ നേരത്തെ തിന്നിട്ട് തീരായിട്ടാണ്. ഇതാ ഇത് റോഡ്. ഈ റോട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് കയറുന്നത്. സിറ്റ് ഔട്ട് നേരെ കയറിയിട്ട് ഇവിടെ ഒരു ലിവിങ്ങിൽ നിന്ന് ഇവിടേക്ക് ഹാളിൽ നിന്ന് നേരെ അവിടെ ഒരു റൂം, ആ റൂമിലേക്കും പിന്നെ അവിടെ ആ കാണുന്ന കിച്ചണും ഹാളും കൂടി ഒരുമിച്ച് കേട്ടോ. ഓപ്പൺ കിച്ചണാണ്. ഇവിടെ ഈ കെട്ടുത കാണുന്ന ഇവിടെ ചെറിയ കെട്ടുകൾ. ഇത് മുകളിലേക്ക് പടവില്ല. ഇവിടെ തറ ബെൽറ്റ് അടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ കെട്ടിയതാണ് കേട്ടോ. അപ്പുറത്ത് ബാത്റൂമും ഒരു ബെഡ്റൂമും. ഓക്കെ, ഇതാണ് എൻ്റെ പ്ലാന്. ഓക്കെ, 950 സ്ക്വയർ ഫീറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ തറ ഈ ഭാഗം കെട്ടിയാണ്ടില്ലേ, കറക്റ്റ് ലെവല്, കറക്റ്റ് വാട്ടർ ലെവല്. അതാണ് ഇതിൻ്റെ തറ കിട്ടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. കറക്റ്റ് വാട്ടർ ലെവലാണ്. പിന്നീട് വാട്ടർ ലെവല് നിലം കോൺക്രീറ്റ് ചെയ്യണ സമയത്ത്, നിലത്തിൻ്റെ പണി ടൈൽസൊക്കെ ഇടുന്ന സമയത്ത് ഈ ഒരു ലെവലിലാണ് നോക്കുക. അപ്പോൾ ഇത് വാട്ടർ ലെവൽ തെറ്റി കഴിഞ്ഞാൽ ടൈൽസിൻ്റെ പണിക്കാർക്ക് ഒരുപാട് പണി കൂടും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടേ. അപ്പോൾ അതൊക്കെ കണക്കാക്കി ഞങ്ങളിവിടെ ഏകദേശം ഞങ്ങളെ കഴിയുന്നത്ര നന്നാക്കി ഞങ്ങൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പടവിൻ്റെ സമയത്ത് ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ കുറച്ച് കെട്ടാനുള്ളൂ. അതിന് നമ്മളെ ആരെങ്കിലും ഒരാൾ വരും, ബാബുവേട്ടനോ മറ്റൊരാൾ വരും. പിന്നെ ഞാൻ ഇനി പടവിൻ്റെ സമയത്ത് വന്നിട്ട് ബാക്കി ഇതിൻ്റെ പടവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ വീഡിയോസ് ഇടാം കേട്ടോ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഈ വീട് പണി ആരെ വീടാത്? എൻ്റെ എളാപ്പൻ്റെ വീട്. അപ്പോൾ എളാപ്പൻ്റെ വീട് പണീനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഞങ്ങളെ പണിയൊക്കെ എങ്ങനെയുണ്ട്? നന്നായിണോ? സൂപ്പറായിണോ? അല്ലേ? പേരൊന്ന് പറയടാ. നിഹാലി. ഓക്കെ. അപ്പോൾ നമ്മളെ ചെക്കന്മാരൊക്കെ ഇവിടെ എല്ലാവരും പാത്രം കേൾക്കലൊക്കെയാണ്. നമ്മൾ ലാസ്റ്റ് ഒരു അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടേ നമ്മളെ വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ. എന്നാൽ ജി കൂടെ കുറച്ചുകൂടെ നിന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണമെന്നൊക്കെ പറയണോ? ഓക്കെ, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.